മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാം തിരുവചനം. അവന് യേശു എന്ന് പേരിടണം, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. അവന് യേശു എന്ന് പേരിടണം. യേശു എന്ന് പേരിടേണ്ടതിൻ്റെ കാരണം അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. യേശുവിൻ്റെ പ്രവൃത്തിയെ സംബന്ധിക്കുന്ന പുതിയ നിയമത്തിലെ ആദ്യത്തെ വാഗ്ദാനമാണ് ഇത്. ബൈബിൾ മുഴുവൻ പരിശോധിക്കുമ്പോൾ, ബൈബിൾ മുഴുവൻ വായിച്ചെടുക്കുമ്പോൾ ഏതാണ്ട് 8500 വാഗ്ദാനങ്ങൾ ബൈബിളിലുണ്ട്. വാഗ്ദാനം എന്നത് വ്യക്തമാക്കാൻ വേണ്ടി ഒരു വചനം ഞാൻ പറയാം. സങ്കീർത്തനം 34:10 നമ്മൾ വായിക്കും, സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്നവന് ഒന്നിൻ്റെയും കുറവുണ്ടാവുകയില്ല. അപ്പം ദൈവത്തിൻ്റെ വാഗ്ദാനമാണത്. ദൈവത്തെ അന്വേഷിക്കുന്നവന് ഒന്നിൻ്റെയും കുറവില്ലാതെ കാത്തുകൊള്ളും എന്നത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്ന എത്ര വാഗ്ദാനങ്ങൾ ബൈബിളിലുണ്ട്? 8500 വാഗ്ദാനങ്ങൾ ബൈബിളിലുണ്ട്. അങ്ങനെ ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്ന 8500 വാഗ്ദാനങ്ങളിൽ പഴയ നിയമത്തിലെ വാഗ്ദാനങ്ങളിൽ ഒന്നാണ് ഞാൻ പറഞ്ഞത്, സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, കർത്താവിനെ അന്വേഷിക്കുന്നവന് ഒന്നിൻ്റെയും കുറവുണ്ടാവുകയില്ല. പുതിയ നിയമത്തിലെ ആദ്യത്തെ വാഗ്ദാനമാണത്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാം തിരുവചനം. അവന് യേശു എന്ന് പേരിടണം, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. വാഗ്ദാനം എന്താണ്? യേശു തൻ്റെ ജനത്തെ, യേശുവിൽ ആശ്രയിക്കുന്ന, യേശുവിൽ വിശ്വസിക്കുന്ന ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും എന്നതാണ് പുതിയ നിയമത്തിലെ ആദ്യത്തെ വാഗ്ദാനം. ഇത് തന്നെയാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാം തിരുവചനത്തിൽ നാം വായിക്കുന്നത്. യോഹന്നാൻ പറയുകയാണ്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പോൾ യേശുക്രിസ്തുവിനെ സംബന്ധിക്കുന്ന പുതിയ നിയമത്തിലെ ആദ്യത്തെ വാഗ്ദാനം ഇതാണ്: യേശു തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്ന ദൈവമാണ്. യേശുവിൻ്റെ സ്വഭാവം പാപത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദൈവ സ്വഭാവം ആണ്. 2 തരത്തിലാണ് യേശു തൻ്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കുന്നത്. ശ്രദ്ധയോടെ കേൾക്കുക. 2 വിധത്തിലാണ് യേശു തൻ്റെ ജനത്തെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത്. ഒന്നാമത്തേത്, യേശു ഏത് കൊടിയ പാപവും മാനവരാശിയിൽ ഒരു മനുഷ്യജന്മത്തിൻ്റെ ആയുസ്സിൽ അവൻ്റെ ജന്മം മുതൽ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള ഏത് കൊടിയ പാപത്തെയും യേശുവിൻ്റെ രക്തം കഴുകി വിശുദ്ധീകരിച്ച് യേശു പാപത്തിന് മോചനം നൽകും എന്നതാണ് ഒന്നാമത്തേത്. യേശുവിലൂടെ ഏത് പാപത്തിനും മോചനമുണ്ട് എന്നതാണ് യേശു പാപത്തിൽ നിന്ന് ജനത്തെ മോചിപ്പിക്കും എന്നതിൻ്റെ ഒന്നാമത്തെ അർത്ഥം. യേശുവിലൂടെ ലോകത്തെ ഏത് കൊടിയ പാപിക്കും മോചനമുണ്ട് എന്നതാണ് യേശു പാപമോചകനാണ്, പാപപരിഹാരകനാണ് എന്നതിൻ്റെ ഒന്നാമത്തെ അർത്ഥം. യേശു ക്രിസ്തു തൻ്റെ ജനത്തെ ഏത് പാപത്തിൽ നിന്നും ആ പാപത്തിനും ക്ഷമ നൽകി വിടുവിക്കുമെന്നതാണ് ഒന്നാമത്തെ കാര്യം. ഇങ്ങനെ പറയുമ്പോൾ ഇതിനെ നമ്മൾ ശരിയായി മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് യേശു ക്രിസ്തുവിന് ഒരു പാപം മോചിക്കാൻ പറ്റുന്നത്? അല്ലെങ്കിൽ യേശു ക്രിസ്തുവിലേക്ക് വരുമ്പോൾ പാപമോചനം കിട്ടും എന്നതിനെ നാം എങ്ങനെയാണ് ശരിയായി മനസ്സിലാക്കേണ്ടത്? നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഉദാഹരണത്തിന്, ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ഒരു കാഴ്ച നിങ്ങളോട് ഞാൻ പറയാം. ഒരു ഭിക്ഷക്കാരൻ ഒരു സ്ഥലത്തേക്ക് കയറി വരുന്ന സമയത്ത് ഒരു പ്ലാസ്റ്റിക് കയർ ചുരുട്ടി പിടിച്ച് ഈ മനുഷ്യനെ ആ കയറ് ചുഴറ്റി അടിച്ച് ഓടിക്കുന്ന ഒരു ആളെ ഞാൻ കണ്ടു. എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ്. ഒരു മനുഷ്യൻ ഈ ഭിക്ഷക്കാരനെ പ്ലാസ്റ്റിക് കയർ ചുരുട്ടി ആ മനുഷ്യൻ്റെ ശരീരത്തിൽ ചാട്ടവാറ് കൊണ്ട് അടിയേറ്റാൽ പുളയുന്ന മാരകവേദന ശരീരത്തിലേക്ക് സമ്മാനിച്ചുകൊണ്ട് ഈ ഭിക്ഷക്കാരനെ ഒരാൾ അടിക്കുന്നത് ഞാൻ കണ്ടതാണ്. അങ്ങനെ അടികൊള്ളുന്ന ഈ മനുഷ്യൻ്റെ കണ്ണുകളിൽ നിന്ന് സത്യത്തിൽ പുറത്തേക്ക് വരുന്നത് കണ്ണുനീരല്ല, ചോരയാണ്. ഈ അടിയേറ്റ ഈ പാവപ്പെട്ട മനുഷ്യൻ ഭിക്ഷയാചിച്ച് ഈ മനുഷ്യന്റെ വീട്ടുമുറ്റത്തേക്ക് എത്തി എന്ന അപരാധമല്ലാതെ, അതൊരു അപരാധമാണെങ്കിൽ, അതൊരു തെറ്റാണെങ്കിൽ, ഔദാര്യം ചോദിച്ചുകൊണ്ട് പഞ്ചപുച്ഛമടക്കി നാണം കെട്ട് ഗതിവെട്ടവനെ പോലെ ഈ മനുഷ്യന്റെ വീട്ടുമുറ്റത്തെത്തി എന്ന
പാപമാണെങ്കിൽ അങ്ങനെ ഒരു പാപം ഒഴിച്ച് മറ്റൊന്ന് ചെയ്യാത്ത ഈ മനുഷ്യൻ, ഈ നിരപരാധിയെ കയ്യിൽ കിട്ടിയ പ്ലാസ്റ്റിക് കയറി ചുരുട്ടി ആഞ്ഞാഞ്ഞടിച്ചപ്പോൾ ഈ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് സത്യത്തിൽ പുറത്തേക്ക് വരുന്നത് ചോരയാണ്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു ഈ പാപം ക്ഷമിച്ചു എന്ന് പറയുമ്പോൾ, ഈ പാപം യേശു ക്രിസ്തു ക്ഷമിക്കുന്നു എന്ന്, ഒരു ഉദാഹരണത്തിന് വേണ്ടി യേശു ക്രിസ്തു ഈ പാപം ക്ഷമിക്കുന്നു എന്ന് പറയുമ്പോൾ, യേശു ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് ഈ അടിച്ച മനുഷ്യൻ വന്ന് ദൈവമേ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറയുമ്പോൾ, യേശുവിന് പാപം മോചിക്കാൻ അധികാരമുള്ളത് കൊണ്ട് യേശു പാപം മോചിച്ചു എന്ന് പറയുമ്പോൾ, ഇതിനകത്ത് നമ്മൾ കാണാത്ത ഒരു പ്രശ്നം കിടപ്പുണ്ട്. അതായത് ശ്രദ്ധിച്ചിരിക്കണം, അതായത് യേശു ക്രിസ്തു പാപം മോചിച്ചു എന്ന് പറയുമ്പോൾ ഈ നിരപരാധിയുടെ കണ്ണുനീരിന് ഒരു വിലയും ഇല്ലേ? ഈ ചോരയിറ്റിച്ച, ഈ ചങ്ക് പൊട്ടി കരഞ്ഞ ഈ പാവത്തിന്റെ കണ്ണുനീരിന്, ഈ അടികൊണ്ടവന്റെ, തെറ്റ് ചെയ്യാതെ അടിയേറ്റവന്റെ കണ്ണുനീരിന് ഒരു വിലയും ഇല്ലേ? യേശു ക്രിസ്തു എളുപ്പത്തിൽ ലളിതമായി അവന്റെ പാപം മോചിക്കുമോ? തെറ്റിദ്ധാരണ ഒന്നും പാടില്ല, ശ്രദ്ധിച്ച് കേൾക്കുക. യേശു ക്രിസ്തുവിന് ഈ നിരപരാധിയുടെ കണ്ണുനീരിനോട് ഒരു നീതി ബോധം ഇല്ലേ? അടിച്ചവനോട് യേശു ക്രിസ്തു ക്ഷമിക്കും. ഞാൻ പറഞ്ഞത് തിരുത്തുന്നില്ല, ലോകത്തെ ഏത് പാപവും യേശു ക്രിസ്തു ക്ഷമിക്കും. എന്നാൽ ക്ഷമിക്കുമ്പോൾ മറ്റൊരു ഭാഗം നമ്മൾ കാണാതെ പോകരുത്. ഈ പാപം ആരോടാണോ ചെയ്തത് ആ മനുഷ്യന്റെ നിസ്സഹായമായ നിരപരാധമായ കണ്ണുനീരിനോട് യേശു ക്രിസ്തുവിനോട് ഒരു നീതി ബോധം ഇല്ലേ? അതായത് അവന്റെ കണ്ണുനീരിന് ഒരു വിലയുമില്ലേ? പ്രിയപ്പെട്ടവരെ, ഇത് ശ്രദ്ധയോടെ മനസ്സിലാക്കുക. അവന്റെ കണ്ണുനീരിന് ഒരു വിലയുണ്ട്. അതായത് പാപം ആരോടാണോ ചെയ്തത്, ആരെയാണോ പാപം വഴി വേദനിപ്പിച്ചത്, ആ മനുഷ്യനെ നീതിമാനായ ദൈവത്തിന് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. ഇപ്പൊ രണ്ട് സാഹചര്യം നന്നായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചാലേ ഞാൻ പറയുന്നത് മനസ്സിലാവൂ. അതായത് ഒരു പാപം ക്ഷമിക്കുന്നു എന്ന് പറയുമ്പോൾ കർത്താവിന് രണ്ട് വ്യക്തികളെ കാണേണ്ടതുണ്ട്. അതായത് പാപം ചെയ്ത് ദൈവമേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുന്ന, കരുണ തിരയുന്ന പാപിയായ മനുഷ്യൻ. അത് മാത്രമല്ല, കർത്താവിന് വേറൊരാളെ കൂടെ കാണാനുണ്ട്. ആരോടാണോ ഈ പാപം ചെയ്തത്, ആരെയാണോ ഉപദ്രവിച്ചത്, ഈ പാപം വഴി ആരുടെ കുടുംബത്തിലാണോ സങ്കടത്തിന്റെ മഴ പെയ്യാൻ ഇടയാക്കിയത്, അവന്റെ നിലവിളി, ഇതിനും യേശു ക്രിസ്തു മറുപടി കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരേ സമയത്ത് പാപിയോട് കരുണയും ആർക്കെതിരെ പാപം ചെയ്യപ്പെട്ടോ അവനോട് നീതിയും പ്രവർത്തിക്കേണ്ട ബാധ്യത യേശുവിന് ഉണ്ട്. യേശു ക്രിസ്തു ഏത് പാപവും ക്ഷമിക്കുന്നു എന്ന് പറയുമ്പോൾ പാപം ചെയ്ത മനുഷ്യനോട് കരുണ കാണിക്കേണ്ടതുണ്ട്. അതേ സമയത്ത് ആർക്കെതിരെയാണോ ഈ പാപം ചെയ്യപ്പെട്ടത് അവനോട് യേശു ക്രിസ്തുവിന് അവനോട് നീതി പുലർത്തേണ്ട, അവന് കിട്ടേണ്ട അവകാശം തിരിച്ചു കൊടുക്കേണ്ട ബാധ്യതയും യേശു ക്രിസ്തുവിനുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് ദൈവത്തിന് തൻ്റെ നീതിയും പ്രവർത്തിക്കേണ്ടതുണ്ട്, കരുണയും പ്രവർത്തിക്കേണ്ടതുണ്ട്. പാപത്തിന് ശിക്ഷ കൊടുക്കണം, എന്നാൽ മക്കള് പാപം ചെയ്താൽ മക്കളെ ശിക്ഷിക്കാൻ പറ്റില്ല. പാപം ഒരു ശിക്ഷയ്ക്ക് വേണ്ടി നിലവിളിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് സംഖ്യയുടെ പുസ്തകം 32-ാം അധ്യായം 23-ാം തിരുവചനം, നിന്റെ പാപം നിന്നെ വേട്ടയാടും. പാപത്തിനൊരു ശിക്ഷയുണ്ട്. പ്രഭാഷകൻ 27:10 വായിക്കും, സിംഹം ഇരയ്ക്ക് വേണ്ടി പതിയിരിക്കുന്നത് പോലെ പാപം പാപിയെ വേട്ടയാടും. സുഭാഷിതങ്ങൾ 28:13 വചനം പറയും, പാപം മറച്ചു പിടിക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവില്ല. സങ്കീർത്തനം 32:1 ദൈവത്തിന്റെ വചനം പറയും, 32:1 മുതൽ താഴോട്ടുള്ള ഭാഗങ്ങളിൽ 3-ാമത്തെ വാക്യം, ഞാൻ പാപം ഏറ്റുപറയാതിരുന്നപ്പോൾ വേനൽക്കാലത്ത് ചൂടുകൊണ്ടെന്ന പോലെ എൻ്റെ ശരീരം വരണ്ടുപോയി. പാപത്തിന് ഒരു വേദനയുണ്ട്. സങ്കീർത്തനം 39:11 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കും, പാപം നിമിത്തം ദൈവം മനുഷ്യനെ ശിക്ഷിക്കുമ്പോൾ അവന് പ്രിയങ്കരമായതിനെ കീടത്തെ പോലെ നശിപ്പിക്കും. പാപത്തിന് ഒരു ശിക്ഷയുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏത് പാപവും ചുമക്കുന്ന ഭയാനകമായ ഒരു വേദനയുണ്ട്. ഏത് പാപത്തിന്റെയും പിന്നാലെ, ഏത് പാപത്തിന്റെയും അണിയറയിൽ മനുഷ്യൻ സങ്കല്പിച്ചിട്ടില്ലാത്ത, മനുഷ്യൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വേദനയുടെ ആഴമുണ്ട്. 1.5 വർഷം ഒരു മനുഷ്യൻ മദ്യപാനത്തിന്റെ അടിമത്തത്തിൽ കുടുംബത്തിനും ജീവിത പങ്കാളിക്കും കുഞ്ഞിനും തീർത്താൽ തീരാത്ത ബാധ്യതയും വേദനയും ദുഃഖവും മാത്രം സമ്മാനിച്ച ഒരു മനുഷ്യന്റെ പിന്നാലെ
ഈ മനുഷ്യന് മാനസാന്തരമുണ്ടാവാൻ പ്രാർത്ഥിച്ചും ആഗ്രഹിച്ചും അവന്റെ പിന്നാലെ ഞാൻ നടന്നിട്ടുണ്ട്. 37 വയസ്സുള്ള ചെറുപ്പക്കാരൻ, ഭാര്യ, ഒരു കുഞ്ഞ്, അമ്മ. കണ്ണുനീര് മാത്രം, ചില്ലുമഴ പോലെ, സങ്കടമഴ പോലെ കണ്ണുനീര് മാത്രം പെയ്തിറങ്ങുന്ന ഒരു വീട്. ആ വീട്ടിൽ ദുരിതങ്ങൾക്ക് മീതെ ദുരിതവും ബാധ്യതകൾക്ക് മീതെ ബാധ്യതയും പെരുകുന്ന ഒരു കാലത്ത് അവന്റെ പിന്നാലെ നടന്ന്, മോനെ, ഈ മദ്യപാനത്തിൽ നിന്ന് പുറത്തു കിടക്കണം, നീ യേശുവിലേക്ക് വരണം, ദൈവത്തെ തേടണമെന്ന് ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. ചോര ഛർദ്ദിച്ച് കിടക്കുന്ന രാത്രികളിൽ ഗത്യന്തരമില്ലാതെ ഈ ഭാര്യ സഹായത്തിന് വേണ്ടി വിളിക്കുമ്പോൾ പാതിരാത്രികളിൽ ആ വീട്ടിലേക്ക് ചെന്ന് ചോര ഛർദ്ദിച്ച് കിടക്കുന്നവനെ എൻ്റെ വാഹനത്തിൽ കയറ്റി തിരുവല്ലയിൽ ഒരു മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ചികിത്സിച്ച രാത്രികൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഓരോ തവണയും ആശുപത്രി വിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ എൻ്റെ ഉള്ളം കൈയിൽ കരം ചേർത്ത് വെച്ച് കണ്ണു നിറഞ്ഞവൻ പറയും, ഞാൻ മദ്യപാനം നിർത്തും. അടുത്ത ദിവസം അവൻ വീണ്ടും പോയി മദ്യപിക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, കൊല്ലത്തിനടുത്തൊരു ആശുപത്രിയിൽ മരിക്കുന്നതിന് ഏതാണ്ട് 5 ദിവസങ്ങൾക്ക് മുമ്പ് ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ നിന്ന് അവിടെയും ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാതെ ഒടുവിൽ ഒരു മുറിയിലേക്ക് മാറ്റിയിട്ട് കട്ടിലിൽ കിടക്കുന്ന സമയത്ത് നിലത്ത് കിടക്കണമെന്ന് പറയുകയും നിലത്ത് കിടക്കുന്ന സമയത്ത് കട്ടിലിൽ കിടക്കണമെന്ന് പറയും. ഇരിക്കുമ്പോൾ കിടക്കണമെന്നും കിടക്കുമ്പോൾ ഇരിക്കണമെന്നും ഭക്ഷണം വേണമെന്നും ഭക്ഷണം കഴിക്കുമ്പോൾ ഛർദ്ദിച്ചും. പ്രിയപ്പെട്ടവരെ, ഇവൻ മരണത്തിനപ്പുറമോ ഉള്ള മഹാവേദനയുടെ ആഴങ്ങളിൽ കിടന്ന് പിടയുന്ന ഒരു നേരത്തൊരു മധ്യാഹ്നത്തിൽ ഈ ആശുപത്രിയിൽ ചെന്ന് കയറുമ്പോൾ കണ്ണു നിറഞ്ഞും ചങ്ക് പൊടിഞ്ഞും ഇവൻ എൻ്റെ കണ്ണുകളിൽ നോക്കി എന്നോട് പറഞ്ഞിട്ടുണ്ട്, അച്ചോ, എന്നെ രക്ഷിക്കാൻ ഒരുപാട് തവണ എൻ്റെ പിന്നാലെ നടന്നതുപോലെ ഞാൻ കരഞ്ഞുകൊണ്ട് കണ്ണുനീരോടെ ചോദിക്കുകയാണ്. അവന്റെ തൊണ്ടയിൽ പറഞ്ഞ് പൂർത്തിയാക്കാൻ പറ്റാതെ പാതി വഴിക്ക് കുരുങ്ങിപ്പോയൊരു വാചകം എൻ്റെ കാതിൽ ഇപ്പോഴും മുഴങ്ങുന്നുണ്ട്. എന്നെ ഒന്ന് രക്ഷപ്പെടുത്താമോ എന്ന് ചോദിച്ച് പറഞ്ഞ് പൂർത്തിയാക്കാൻ പറ്റാത്തൊരു വാചകം പറഞ്ഞതിൻ്റെ 5-ാം നാൾ ഇവൻ മരിച്ച്, മനുഷ്യ, നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് മടങ്ങുമെന്ന് പറഞ്ഞ് അവന്റെ മീതെ, അവന്റെ മൃതദേഹത്തിന്റെ മീതെ മണ്ണ് വാരിയിട്ട ഗതികെട്ട ഭാഗ്യം കെട്ടൊരച്ഛൻ. നിങ്ങളോട് പറയട്ടെ പ്രിയപ്പെട്ട മക്കളെ, പാപം വരുത്തി വെക്കുന്ന വേദന ഈ ജീവിതത്തിൽ എൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ ലോകമെമ്പാടുമുള്ള യാത്രകളിൽ ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. പാപത്തിനും ഭയാനകമായ വേദനയുണ്ട്. പാപം കൊണ്ടുവരുന്ന ദുഃഖം മനുഷ്യന് പാപം തരുന്ന സുഖത്തിന്റെ സമയത്ത് ചിന്തിക്കാൻ പറ്റാത്ത വേദനയാണ് പാപം കൊണ്ടുവരാൻ പോകുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശ്രദ്ധിച്ചു കേൾക്കുക. അപ്പോൾ പാപം ദൈവം ക്ഷമിക്കും, പാപത്തിൽ നിന്ന് യേശുക്രിസ്തു മോചിക്കും എന്ന് പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പാപത്തിന് ഭയാനകമായ വേദനയുണ്ട്. പാപം കൊണ്ടുവരുന്ന ചിന്തിക്കാൻ പറ്റാത്ത വേദനയുണ്ട്. ഏത് പാപവും കൊണ്ടുവരുന്ന സങ്കല്പിക്കാൻ പറ്റാത്ത വേദന പാപത്തിന്റെ സ്വഭാവത്തിൽ തന്നെ കൊണ്ട് നടക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, ഉപ്പ് തിന്നുമ്പോൾ ഉപ്പ് തിന്നുന്നതിൻ്റെ സ്വാഭാവിക അനന്തരഫലമാണ് ദാഹം. ആസിഡ് കുടിക്കുമ്പോൾ ആസിഡിന്റെ സ്വാഭാവിക അനന്തരഫലമാണ് പൊള്ളിക്കുക, ദ്രവിപ്പിക്കുക എന്നത്. തീയിൽ തൊടുമ്പോൾ തീയുടെ സഹജ സ്വഭാവമാണ് പൊള്ളലേൽപ്പിക്കുക എന്നുള്ളത്. പാപത്തിന്റെ സ്വഭാവമാണ് വേദന, നാശം, ദുരിതം. ഇതൊക്കെ ബൈബിൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ദുരിതം, രോഗം, വേദന, നാശം, തകർച്ച, ഇത് പാപം കൊണ്ടുവരുന്ന സ്വാഭാവിക അനന്തരഫലങ്ങളാണ്. ഉച്ചത്തിലെന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഉച്ചത്തിലെന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ശ്രദ്ധിക്കുക, പാപം കൊണ്ടുവരുന്ന ഒരു വലിയ വേദനയുണ്ട്. ഇത് ഒരു വശത്ത് നമ്മൾ കാണണം. യേശുക്രിസ്തു തൻ്റെ ജനത്തെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പാപത്തിൻ്റെ ഭയാനകമായ ഭീകരമായ ഒരു വേദനയെ, ദുരിതത്തെ കാണണം. അപ്പോൾ പാപം ചെയ്ത വ്യക്തിക്ക് പാപക്ഷമ കൊടുക്കുമ്പോൾ, പാപം ചെയ്തൊരു വ്യക്തിക്ക് പാപത്തിന് മോചനം കൊടുക്കുമ്പോൾ, യേശുക്രിസ്തു പാപക്ഷമ കൊടുത്തൊരു മനുഷ്യനെ കഴുകി വിശുദ്ധീകരിക്കുമ്പോൾ ഈ വേദന ആര് ഏറ്റെടുക്കും? അതാണ് അതിനകത്തെ പ്രശ്നം. ഈ വേദന ആര് ചുമക്കും? ഈ വേദന ആര് ഏറ്റെടുക്കും? ആരാണ് ഈ പാപം കൊണ്ടുവരുന്ന സ്വാഭാവിക വേദന ആര് ചുമക്കും? നിങ്ങൾക്കിത് മനസ്സിലാവാൻ ഞാൻ പ്രധാനമായി ഒരു സന്ദർഭം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഉദാഹരണം പറയാം. ശ്രദ്ധിച്ച് കേൾക്കുക. റഷ്യയിലെ സാർ ചക്രവർത്തിയുടെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ വേണ്ടി ഒരു കൂട്ടം വിപ്ലവകാരികൾ കാട്ടിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. അങ്ങനെ കാട്ടിലൂടെ ഇരുളിൻ്റെ മറവ് പറ്റി യാത്ര ചെയ്യുന്ന ഈ വിപ്ലവകാരികളുടെ കയ്യിൽ ഭക്ഷണത്തിൻ്റെ സാധ്യത വളരെ കുറവായിരുന്നു. ലിമിറ്റഡായ ഭക്ഷണം മാത്രമേ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. വളരെ ചുരുക്കം ഭക്ഷണമേ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് 10-20 ദിവസം നീളുന്ന യാത്രയാണ്. ഓരോ ദിവസത്തിനും വേണ്ടി, ഓരോ ദിവസത്തിനും ആ കൂട്ടത്തിൽപ്പെട്ട ആളുകളുടെ എണ്ണമനുസരിച്ച് ഭക്ഷണം കൃത്യമായി റേഷൻ അനുസരിച്ച് ക്രമപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക, ഇവിടെ ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഓരോ ദിവസവും കൃത്യം
ഇത്രമാത്രം ഭക്ഷണമേ സംഘത്തിലെ ഓരോ ആൾക്കും ലഭിക്കുകയുള്ളൂ. അതിൽ കൂടുതൽ ഭക്ഷണം കൊടുക്കാൻ നിവൃത്തിയില്ല. കാരണം ഭരണകൂടത്തിന്റെ സ്ഥിരാകേന്ദ്രത്തിലേക്ക്, തലസ്ഥാന നഗരിയിലേക്ക് സൂക്ഷ്മമായും രഹസ്യമായും യാത്ര ചെയ്യുന്ന ഈ സംഘത്തിന് മറ്റുള്ളവരുടെ കണ്ണിൽപ്പെടാതെ ഭക്ഷണം കൊണ്ടുവരാനുള്ള സാധ്യതകളില്ലാത്തത് കൊണ്ട് അവർ കൊണ്ടുപോകുന്ന ഭക്ഷണം അവസാനത്തെ ദിവസം വരെയും അവശേഷിക്കണം. അതുകൊണ്ട് റേഷൻ അനുസരിച്ച് വളരെ ലിമിറ്റഡായ ഭക്ഷണം ഓരോരുത്തർക്കും ഓരോ ദിവസവും ഇത്ര അളവ് ഭക്ഷണം അത് മാത്രമേ കൊടുക്കൂ. ആരെങ്കിലും വിശപ്പ് സഹിക്കാൻ പറ്റാതെ ഭക്ഷണം മോഷ്ടിച്ചെടുത്താൽ ആ സംഘം പരസ്പര ധാരണയോടെ തീരുമാനിച്ചിരുന്ന ഒരു നിയമമുണ്ടായിരുന്നു. ആ നിയമം ഇങ്ങനെയാണ്: ആരാണോ ഭക്ഷണം മോഷ്ടിച്ചെടുക്കുന്നത് എന്ന് കണ്ടുപിടിക്കപ്പെട്ടാൽ ഭക്ഷണം മോഷ്ടിച്ച ആളിനെ കെട്ടിയിട്ട് 25 തവണ ചാട്ടവാറ് കൊണ്ട് അടിക്കണം എന്നതായിരുന്നു ആ സംഘത്തിന്റെ നിയമം. ഒരിക്കൽ ഒരു യാത്ര ചെയ്തു പോകുന്ന സമയത്ത് ആരോ ഭക്ഷണം മോഷ്ടിച്ചതായി സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഭക്ഷണം മോഷ്ടിച്ച ആളെ കണ്ടെത്തുമ്പോൾ ഈ സംഘത്തിന്റെ തീവ്രവാദ ഗ്രൂപ്പിന്റെ തലവന്റെ ലീഡറിന്റെ അമ്മയാണ് ഭക്ഷണം മോഷ്ടിച്ചത്. പെറ്റതള്ള ഭക്ഷണം മോഷ്ടിച്ചപ്പോൾ ഈ മനുഷ്യൻ എന്താണ് അതിന് ശിക്ഷ കൊടുക്കാൻ പോകുന്നത്? ശിക്ഷ കൊടുക്കാതിരിക്കുമോ? മറ്റുള്ളവർക്ക് കൊടുത്ത ശിക്ഷ ഈ അമ്മയ്ക്ക് കൊടുക്കാതെ അതിനെ ലഘൂകരിക്കുമോ? അതിനെ നിസ്സാരമായി കാണുമോ? കുറവ് വന്ന ഭക്ഷണത്തെ കോമ്പൻസേറ്റ് ചെയ്യാൻ ഈ മനുഷ്യൻ എന്ത് ചെയ്യും? ഈ സംഘത്തിലുള്ള മുഴുവൻ ആളുകളുടെയും ശ്രദ്ധ ഈ വിഷയത്തിലാണ്. അങ്ങനെ ഈ സംഘത്തിലുള്ള മനുഷ്യര് സംഘത്തലവൻ പെറ്റതള്ള ഭക്ഷണം മോഷ്ടിച്ചതിന് എന്ത് ശിക്ഷ വിധിക്കുമെന്നറിയാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ ഇവരൊരുമിച്ച് കൂടിയ ഒരു നേരത്ത് ഭക്ഷണം മോഷ്ടിച്ച ആളെ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ട് അമ്മയെ കൊണ്ടുവരുമ്പോൾ ഒരു മരത്തിൽ കെട്ടിയിടാൻ കൽപ്പിച്ചിട്ട് സംഘത്തലവൻ പറഞ്ഞു, ഭക്ഷണം മോഷ്ടിച്ചാൽ ഈ സംഘത്തിൽ എല്ലാവർക്കും ഒരേ ശിക്ഷയാണ്. അത് അമ്മയാണെങ്കിലും അപ്പനാണെങ്കിലും മകനാണെങ്കിലും മകളാണെങ്കിലും ഉറ്റവരും ഉടയവരും സഹോദരനും സഹോദരിയുമാണെങ്കിലും ശിക്ഷ എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. അതുകൊണ്ട് അയാൾ ചാട്ടവാറടിക്കാൻ നിയോഗിക്കപ്പെട്ട അയാളുടെ അനുയായിയോട് ഇങ്ങനെ പറഞ്ഞു: എൻ്റെ അമ്മയെ 25 തവണ ചാട്ടവാറ് കൊണ്ട് അടിക്കുക, അതാണ് ഭക്ഷണം മോഷ്ടിച്ചതിൻ്റെ ശിക്ഷ. എല്ലാവരും ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, എല്ലാവരും ശ്രദ്ധിച്ചു നിൽക്കുന്ന സമയത്ത് അനുയായി അറച്ചു നിൽക്കുമ്പോൾ ചാട്ടവാറടി ഏൽക്കാൻ ഉച്ചത്തിൽ അലറി, ചാട്ടവാറ് കൊണ്ടടിക്കാൻ ഉച്ചത്തിൽ അലറിക്കൊണ്ട് ഈ മനുഷ്യൻ ആദ്യത്തെ ഓർഡർ ഇടുമ്പോൾ ഈ മനുഷ്യൻ അടിക്കാൻ കൽപ്പിക്കപ്പെട്ട മനുഷ്യൻ ചാട്ടവാറുയർത്തി ആദ്യത്തെ അടിക്കാൻ വേണ്ടി വായുവിൽ ഈ ചാട്ട ഉയർത്തുന്ന സമയത്ത് ആ ചാട്ട ഉയർത്തി ചാട്ട താഴുന്ന നേരത്തിനിടയിലുള്ള നിമിഷാർദ്ധത്തിൽ സംഘത്തലവൻ എഴുന്നേറ്റ് ഓടിച്ചെന്ന് അമ്മയുടെ പുറത്ത് അടി വീഴുന്നതിന് മുമ്പ് അമ്മയെ കെട്ടിപ്പിടിച്ച് അമ്മയുടെ പുറത്ത് വീഴേണ്ട അടി മകൻ ഏറ്റുവാങ്ങി. 25 ചാട്ടവാറടികളും അമ്മയുടെ ശരീരത്തിൽ ഏൽക്കാതെ ശിക്ഷ വിധിക്കപ്പെട്ടു. പക്ഷെ ശിക്ഷ അമ്മയ്ക്ക് പകരം മകൻ ഏറ്റെടുത്തു. പ്രിയപ്പെട്ടവരെ, ഇതിനകത്തെ നീതിയുള്ളൂ. ശിക്ഷ വിധിക്കപ്പെട്ടു, അതാണ് നീതി. പക്ഷേ ശിക്ഷ അമ്മ ഏറ്റുവാങ്ങിയില്ല, അതാണ് കരുണ. അമ്മയ്ക്ക് പകരം അമ്മയുടെ മകൻ ശിക്ഷ ഏറ്റുവാങ്ങി, അതാണ് കരുണ. ദൈവത്തിൻ്റെ നീതിയാണ് പാപത്തിൻ്റെ ശിക്ഷ ആരെങ്കിലും സഹിക്കണം എന്നത്. ദൈവത്തിൻ്റെ കരുണയാണ് പാപത്തിൻ്റെ ശിക്ഷ സഹിക്കണ്ട, അതിന് പകരം മറ്റൊരാൾ അത് സഹിക്കാം എന്നത്. ഉച്ചത്തിൽ പറയാമോ ഹല്ലേലൂയാ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശ്രദ്ധിച്ചു കേൾക്കുക. രണ്ടാമത്തെ ഉദാഹരണം ഞാൻ പറയുമ്പോൾ യേശു ക്രിസ്തു എങ്ങനെയാണ് പാപം മോചിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. തമിഴ്നാട്ടിലെ ഒരു കുടുംബം, ഇത് കഥയാണോ സംഭവമാണോ എന്നെനിക്കറിയാൻ പാടില്ല, പക്ഷേ ഞാൻ ഈ പറയുന്ന ആശയത്തെ യഥാർത്ഥമായി ഉദാഹരിക്കാൻ ഇത് ഉത്തമമായ ഒരു ഉദാഹരണമാണെന്ന് തോന്നുന്നത് കൊണ്ട്, ഇത് കഥയായാലും സംഭവമാണെങ്കിലും ഇതിനെ യാഥാർത്ഥ്യമായി എടുത്തുകൊണ്ട് നമുക്ക് ഈ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. തമിഴ്നാട്ടിലെ ഒരു കുടുംബം, അവിടെ ഒരു അപ്പനും അമ്മയ്ക്കും ഭക്തരായ മാതാപിതാക്കൾക്ക് ജനിക്കുന്ന ഒരു സമജാത ഐഡന്റിക്കൽ ട്വിൻസ്, ഒരുപോലെയുള്ള 2 മക്കൾ, ഇരട്ടകൾ. അപ്പനമ്മമാർക്ക് പോലും സൂക്ഷ്മമായി പരിശോധിച്ചാൽ പോലും തിരിച്ചറിയാൻ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന വിധത്തിൽ 2 പേരും ഒരുപോലെയുള്ള ഐഡന്റിക്കൽ ട്വിൻസ്, 2 പേരും സമജാത ഇരട്ടകൾ, ഒരുപോലെയുള്ള 2 മക്കൾ. ഇതിലെ മൂത്തയാളും ഇളയാളും. ഇതിലെ മൂത്തയാള് വളരെ നല്ല മനുഷ്യനായി വളർന്നു, ഭക്തനായി വളർന്നു, പ്രാർത്ഥിക്കുന്നവനായി വളർന്നു.
അങ്ങനെ അവൻ ജീവിക്കുന്നു. എന്നാൽ രണ്ടാമത്തവൻ, ഈ ഇരട്ടകളിലെ രണ്ടാമത്തവൻ, അവൻ ആ നാട്ടിലെ അറിയപ്പെടുന്ന ക്രിമിനലായും വളരുന്നു. ഇളയ മകന്റെ മാനസാന്തരത്തിന് വേണ്ടി ഒരായുസ് മുഴുവൻ ഹൃദയം പൊട്ടി കത്തി ഉരുകിത്തീരുന്ന മെഴുകുതിരി പോലെ ദൈവസന്നിധിയിൽ ഉരുകി ഒരു അപ്പനും അമ്മയും ജീവിതകാലം മുഴുവൻ, ഒരു ജന്മം മുഴുവൻ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടും മകന്റെ മാനസാന്തരം കാണാതെ അപ്പനമ്മമാര് മരിക്കുന്നു. ചേട്ടനും അനിയനും അവശേഷിക്കുന്നു. ചേട്ടൻ അനിയനെ മാനസാന്തരപ്പെടുത്താൻ, നേർവഴിക്ക് കൊണ്ടുവരാൻ, നന്നാക്കാൻ ചേട്ടനറിയാവുന്ന സകല വഴികളും സകല ഉപദേശങ്ങളും എല്ലാ വിധത്തിലും നേരെയാക്കാനുള്ള പരിശ്രമങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ആ നാട്ടിൽ ഒരു ബന്ദ് പൊട്ടിപ്പുറപ്പെട്ട് ആ ഹർത്താലിൻ്റെ ദിവസം ഇവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഹർത്താൽ അനുകൂലികളായ ആളുകൾ അവരുടെ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് ഓരോ കടയും അടപ്പിച്ചും ഓരോ വാഹനവും തടഞ്ഞും വരുന്ന സമയത്ത് ആരാണ് എൻ്റെ സ്വാതന്ത്ര്യത്തെയും എൻ്റെ യാത്രയും തടയാൻ ധൈര്യമുള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് പ്രകോപിതരല്ലാത്ത ഈ ജനക്കൂട്ടത്തിനിടയിലേക്ക് വടിവാളുമായി ഓടിക്കയറുന്ന ഈ മനുഷ്യൻ അവരുമായി വാക്കേറ്റത്തിലും കായിക യുദ്ധത്തിലും മല്ലടിപ്പിലും എത്തിപ്പെട്ടിട്ട് കയ്യിലിരുന്ന വടിവാള് വീശി തലങ്ങും വിലങ്ങും വീശുമ്പോൾ ഈ അനിയൻ്റെ അവൻ്റെ ആ ക്രിമിനൽ പ്രവൃത്തിയിൽ 3 പേര് അവിടെ വെച്ച് മരിക്കുകയും ഒരു വെട്ടപ്പട്ടിയെ വേട്ടയാടുന്ന അതേ ക്രൂരതയോടെ അതേ ദയാദാക്ഷിണ്യങ്ങളില്ലാതെ ഒരു നാട് മുഴുവൻ ഇവൻ്റെ പിന്നാലെ ഇവനെ ഓടിച്ചിട്ട് ഇവനെ കണ്ടുപിടിക്കാൻ വേണ്ടി എല്ലാ വഴികളിലും അന്വേഷിച്ച് പോകുന്ന സമയത്ത് രാത്രിയിൽ വീടിൻ്റെ പുറകുവശത്തെ വാതിലിൽ ആരോ മുട്ടുന്ന ഒച്ച കേട്ട് ഉറങ്ങാതെ അകത്ത് കാത്തിരിക്കുന്ന ചേട്ടൻ വാതിൽ തുറക്കുമ്പോൾ ദേഹമാസകലം ചോര പുരണ്ട വസ്ത്രങ്ങളുമായി അനുജൻ വന്ന് വീടിൻ്റെ വെളിയിൽ നിൽക്കുന്നത് കണ്ട് അനുജനെ ചേട്ടൻ്റെ അകത്തേക്ക് വിളിച്ചു കയറ്റി. മോനെ, നീ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ച് ചേട്ടൻ കരഞ്ഞു. എനിക്കൊന്നും പറയാൻ സമയമില്ല. ഒരു നാട് മൊത്തം കത്തിച്ചു പിടിച്ച തീപ്പന്തങ്ങളും കയ്യിൽ മാരകായുധങ്ങളുമായി എൻ്റെ ജീവനെ വേട്ടയാടാൻ എൻ്റെ പിന്നാലെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന അനുജനെ ചേട്ടൻ പറഞ്ഞു, മോനെ, നീ കുളിമുറിയിലേക്ക് കയറി പെട്ടെന്ന് കുളിക്കുക, ചോര പുരണ്ട വസ്ത്രം മാറുക. വസ്ത്രം മാറി അവൻ കുളിക്കാൻ പോകുന്ന സമയത്ത് അനുജന്റെ ചോര പുരണ്ട വസ്ത്രങ്ങൾ ചേട്ടൻ എടുത്ത് ഇട്ടു. കുളിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുന്ന അനുജന് ചേട്ടൻ്റെ വസ്ത്രങ്ങൾ കൊടുത്തു. അനുജന്റെ വസ്ത്രം ചേട്ടനും ചേട്ടൻ്റെ വസ്ത്രം അനുജനും ഇട്ട് നിൽക്കുമ്പോൾ വാതിൽ ചവിട്ടി തുറന്ന് നാട്ടുകാരകത്ത് പ്രവേശിക്കുമ്പോൾ അനുജനാണെന്ന വ്യാജേന, അനുജനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് അനുജന്റെ ചോര പുരണ്ട വസ്ത്രങ്ങളും അനുജൻ ചെയ്ത സമസ്താപരാധങ്ങളും സ്വന്തം ശിരസിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് ചേട്ടൻ അവരുടെ മധ്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ആ നാട് മൊത്തം അവനെ ഉപദ്രവിക്കുകയും പോലീസ് വന്ന് കൊണ്ടുപോവുകയും അവനെ വിചാരണ ചെയ്യുകയും വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്ത് ജയിലിൽ കിടക്കുന്ന സമയത്ത് തോരാത്ത കണ്ണുനീരുമായി അനുജൻ ജയിലിലേക്ക് എത്തുന്നു. അവൻ പറയുകയാണ്, ചേട്ടാ, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ നാട് മൊത്തം എല്ലാവരും കേൾക്കെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് ഞാൻ വിളിച്ചു പറയാൻ പോവുകയാണ് എന്ന് പറയുന്ന സമയത്ത് ചേട്ടൻ അനുജന്റെ വാബുത്തിക്കൊണ്ട് ഇങ്ങനെ പറയുന്നു, മോനെ, ഒരു ജന്മം മുഴുവൻ, ജീവിച്ചിരുന്ന കാലം മുഴുവൻ അപ്പനമ്മമാര് ഹൃദയം പൊട്ടിയും മനസ്സുരുകിയും പ്രാർത്ഥിച്ചത് മുഴുവൻ നീ നേരെയാവുന്നതും മാനസാന്തരപ്പെടുന്നതും കാണാനുള്ള ഭാഗ്യത്തിനും ആഗ്രഹത്തിനും വേണ്ടിയായിരുന്നു. മോനെ, നിന്നെ മാനസാന്തരപ്പെടുത്താൻ ദൈവം ഒരുക്കിയ ഒരു അവസരമായിട്ട് ഇതിനെ കണ്ടുകൊണ്ട് നിന്റെ മുഴുവൻ പാപവും പാപത്തിന്റെ ശിക്ഷയും ചേട്ടൻ ഏറ്റെടുത്തുകൊള്ളാം. ചേട്ടൻ്റെ മുഴുവൻ നന്മയും സൽപ്പേരും സമ്പാദ്യങ്ങളും നീ ഏറ്റെടുത്തുകൊള്ളുക. നീ നന്നായിട്ട് ജീവിക്കുക. അപ്പനമ്മമാരുടെ ആത്മാക്കൾക്ക് സ്വസ്ഥത കിട്ടണം നിന്റെ ജീവിതം കണ്ടിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ചേട്ടൻ കൊലക്കയറിലേക്ക് നടന്നു പോവുകയും അനുജൻ ചേട്ടൻ്റെ മുഴുവൻ സമ്പാദ്യങ്ങളും സൽപ്പേരും നല്ല പേരുമായി ശിഷ്ടകാലം ജീവിക്കുകയും ചെയ്യുന്നത് കഥയാവട്ടെ സംഭവമാവട്ടെ 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയുടെ നെറുകയിൽ 2 തടിക്കഷണങ്ങൾ നെടുകയും കുറുകയും ചേർത്ത് വെക്കപ്പെട്ട് 3 ആണികളിൽ തൂങ്ങിക്കിടന്നൊരു 33കാരൻ ഉച്ചി മുതൽ ഉള്ളംകാല് വരെ ദേഹമാസകലം വരഞ്ഞു കീറി ഉഴവുകാർ എൻ്റെ മുതുകിൽ ഉഴുതെന്നും ഉഴവുചാലുകൾ കീറിയെന്നും സങ്കീർത്തനങ്ങളിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അവൻ്റെ പീഡാനുഭവത്തെപ്പറ്റി എഴുതപ്പെട്ടിരുന്ന പ്രകാരം അവൻ്റെ ശരീരത്തിൽ ഉച്ചി മുതൽ ഉള്ളംകാല് വരെ അടിയേറ്റും തകർന്നും കാർപ്പിച്ചു തുപ്പിയും ഉൾക്കിരീടം തറച്ചും വിലാവ് കുത്തിത്തുളയ്ക്കപ്പെട്ടും കരചരണങ്ങളിൽ ആണിയടിച്ച് കയറ്റിയും ചാട്ടവാറടിച്ചും നിന്ദിച്ചും പരിഹസിച്ചും കളിയാക്കിയും ആക്ഷേപിച്ചും ഒരു ജനം മുഴുവൻ കാൽവരിയുടെ നെറുകയിൽ ഉയർത്തപ്പെട്ട കുരിശിന്മേൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു എന്ന 33കാരനെ കുരിശിൽ തറച്ചു കൊന്നതിന് ഇതൊരു നല്ല ദൃഷ്ടാന്തമാണ്. പാപത്തിന് ഒരു ശിക്ഷയുണ്ട്, പാപത്തിന് ഒരു വേദനയുണ്ട്. പാപത്തിന്റെ ശിക്ഷയും പാപത്തിന്റെ വേദനയും ആരെങ്കിലും സഹിച്ചില്ലെങ്കിൽ ആർക്കെതിരെയാണോ പാപം ചെയ്യപ്പെട്ടത് അവർക്കെതിരെയുള്ള അനീതിയുടെ നിലയ്ക്കാത്ത നിലവിളികളായി അത് മാറാൻ സാധ്യതയുണ്ടെന്നറിയുന്ന സർവശക്തനായ ദൈവം പാപം ചെയ്ത പാവപ്പെട്ട മക്കളെ ശിക്ഷയ്ക്ക് വിധിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ നെഞ്ചിലിരുന്ന പുത്രനായ ദൈവം ലോകത്തിലേക്ക് അവൻ്റെ പാദം വെച്ചിറങ്ങി മനുഷ്യന്റെ പാപങ്ങളുടെ മുഴുവൻ ശാപവും ശിക്ഷയും ദുരിതവും
കണ്ണുനീരും നിലവിളികളും മുഴുവൻ അവൻ്റെ ശരീരത്തിൽ ഒരു മനുഷ്യനും സങ്കല്പിക്കാൻ പറ്റാത്ത മരണവേദനയുടെ ആധിക്യത്തിൽ ഏറ്റുവാങ്ങി മനുഷ്യപാപങ്ങൾക്ക് പരിഹാരമായി കുരിശിൽ മരിച്ചു എന്നതാണ് മത്തായിയുടെ സുവിശേഷം 1:21 അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ചൊല്ലി പറയാമോ ഹല്ലേലൂയാ? ചൊല്ലി പറയാമോ ഹല്ലേലൂയാ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ശ്രദ്ധിച്ചു കേൾക്കുക. ഒന്നാമത്തെ കാര്യം ഇതാണ്, യേശു ക്രിസ്തു തൻ്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ഏത് പാപത്തിൽ നിന്നും എൻ്റെ പ്രിയപ്പെട്ട സഹോദര, ഈ ആലയത്തിനകത്ത് പുറത്ത് ഈ ശബ്ദപരിധിക്കകത്ത് ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ നിൻ്റെ ആയുസ്സിൽ ചെയ്തിട്ടുള്ള അമ്മയുടെ ഉദരത്തിൽ ഉരുവായ മിനിറ്റ് മുതൽ, നിന്റെ ബോധമുറച്ച നാഴിക മുതൽ, ഓർമ്മ വെച്ച കാലം മുതൽ ഈ മിനിറ്റ് വരെ ചെയ്തു പോയ സകല പാപത്തിനും പരിഹാരം ചെയ്യാൻ ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച് പാടുപീഡകളേറ്റ് വാങ്ങി കുരിശിൽ മരിച്ച് നിന്റെ പാപത്തിന് പരിഹാരം ചെയ്തു. ഒരു വ്യക്തി യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനും ദൈവവും കർത്താവുമായി സ്വീകരിച്ച് യേശുവിലേക്ക് വരുമ്പോൾ, പാപങ്ങളേറ്റ് പറയുമ്പോൾ, അവൻ്റെ എത്ര കൊടിയ പാപവും ക്ഷമിക്കാൻ പറ്റുന്നത് പോലെ കുരിശിൽ മരണവേദന സഹിച്ച് യേശുക്രിസ്തു നമ്മെ രക്ഷിച്ചു, നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു എന്നതാണ് യേശു തൻ്റെ ജനത്തിൻ്റെ പാപങ്ങൾ ഏറ്റെടുക്കുമെന്നതിൻ്റെ ഒന്നാമത്തെ അർത്ഥം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം കേട്ടാൽ, ദൈവത്തിൻ്റെ വചനം യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നു, നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരായി മാറാതെ നിങ്ങൾ വചനം അനുവർത്തിക്കുന്നവരുമാകുവിൻ. പത്രോസ്ലീഹ പെന്തക്കോസ്തി തിരുനാളിൽ വചനം പറഞ്ഞ സഭയുടെ ആദ്യത്തെ ഉദ്ഘാടന ദിവസം ഹൃദയം നുറുങ്ങി ആ ജനം ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? എനിക്കായി എൻ്റെ ദൈവം ഏകജാതനെ നൽകി. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ആ ജനക്കൂട്ടം മുഴുവൻ പത്രോസിനോട് ഇപ്രകാരം ചോദിച്ചു, ഞങ്ങൾ എന്താണ് പത്രോസേ, ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ പത്രോസ് ഇങ്ങനെ മറുപടി പറഞ്ഞു, നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നിങ്ങൾ അനുദപിച്ച് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാനം ലഭിക്കും. ഒരു മിനിറ്റ് എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ നിൽക്കുന്ന സ്ഥലത്തായിരുന്നു കൊണ്ട് നിനക്കൊന്ന് കണ്ണുകൾ അടയ്ക്കാമോ? നിൻ്റെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ അറിഞ്ഞുമറിയാതെയും വന്നുപോയ ഒരുപാട് പാപങ്ങളുടെ ചുമട് നാം അറിയാതെ ഒരുപക്ഷെ ചുമക്കുന്നുണ്ടാവും. ഒരുപക്ഷെ ജീവിതത്തിൽ ഇന്ന് വരെയും യേശുക്രിസ്തുവിൻ്റെ അരികിൽ പാപമേറ്റ് പറയാത്തതിൻ്റെ ഭാരം നിന്റെ ആത്മാവ് ചുമക്കുന്നുണ്ടാവും. ഒരു നിമിഷം കൊണ്ട് നിന്റെ പാപത്തെ മഞ്ഞ് പോലെ ഇല്ലാതാക്കാൻ, ഉരുകിത്തീരുന്ന മഞ്ഞുകണം പോലെ നിന്റെ പാപത്തിൻ്റെ ഗൗരവത്തെ ഇല്ലാതാക്കാൻ കഴിയുന്ന യേശുക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട്, കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ പാട്ടിൻ്റെ വരികളോട് ചേർന്ന്, എനിക്ക് വേണ്ടി എൻ്റെ ദൈവം ഏകജാതനെ നൽകി, മുൾമുടിയേറ്റതും ശരീരമാസകലം വിണ്ടുകീറിയതും ദേഹമാസകലം ചുട്ടുപൊള്ളുന്ന വേദനയിലൂടെ ഒരു 33-കാരൻ തച്ചൻ്റെ മകൻ കടന്നുപോയതും എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയായിരുന്നു. ഇന്ന് ഈ ആലയത്തിൽ വെച്ച് പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ അത് വിശ്വസിച്ച് നിന്റെ പാപം കണ്ണുനീരോടെ യേശുവിനോട് ഏറ്റു പറഞ്ഞാൽ ഇന്ന് നീ തിരികെ മടങ്ങുന്നത് വിശുദ്ധയായ ഒരു ദൈവ പൈതലായിട്ടായിരിക്കും. പാപങ്ങളെയും പാപത്തിൻ്റെ എല്ലാ അനന്തരഫലങ്ങളെയും കുരിശിലേറ്റെടുത്ത കർത്താവിൻ്റെ സന്നിധിയിൽ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെയും കുറവുകളെയും സമർപ്പിക്കുന്നു. യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം തിരുവചനം, നാം പ്രകാശത്തിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മളെ കഴുകി ശുദ്ധീകരിക്കും. നമുക്ക് പാപമില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുമെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ എല്ലാ നീതികളിൽ നിന്നും പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കും. ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ, പാപങ്ങൾ, പരാധീനതകൾ, വീട്ടിത്തീർക്കാനാവാത്ത പാപത്തിൻ്റെ കടങ്ങൾ, ഇപ്പോൾ പാപത്തിൽ നിന്ന് ജനത്തെ പാപത്തിൽ നിന്ന് അവിടുന്ന് മോചിപ്പിക്കും. അതിൻ്റെ ഒന്നാമത്തെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. യേശുക്രിസ്തു പാപം വരുത്തി വെക്കുന്ന ശിക്ഷയെ, പാപത്തിൻ്റെ വേദനയെ, പാപം കൊണ്ടുവരുന്ന മനുഷ്യന് ഏറ്റെടുക്കാനാവാത്ത അത്ര ഭീകരമായ ദുരിതത്തെ കാൽവരിയുടെ നെറുകയിൽ ഉയർത്തപ്പെട്ട മരക്കുരിശിന്മേൽ സഹിച്ച പാടുപീഡകളിൽ ഏറ്റുവാങ്ങി അവൻ ഗത്സമനി മുതൽ അവൻ അടക്കപ്പെട്ട കല്ലറ വരെയും നീണ്ട സഹനങ്ങളുടെ വഴിത്താരകളിൽ ഏറ്റെടുത്ത് മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം ചെയ്ത് എല്ലാ പാപവും ക്ഷമിക്കുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യനെ എത്തിച്ചു. രണ്ടാമത്തേത് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ്. യോഹന്നാൻ 8:34, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. ശ്രദ്ധിക്കാം,
രണ്ടാമത്തെ അർത്ഥം ഇതാണ്, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുമെന്നതിൻ്റെ രണ്ടാമത്തെ അർത്ഥം, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്. ഈ അടിമത്തത്തിൽ നിന്ന് ഒരു വ്യക്തിയെ രക്ഷിക്കാൻ യേശുക്രിസ്തുവിന് മാത്രമേ സാധിക്കൂ. പുത്രൻ നിന്നെ സ്വതന്ത്രനാക്കിയാൽ നീ യഥാർത്ഥത്തിൽ സ്വതന്ത്രനായിരിക്കും. ശ്രദ്ധയോടെ കേൾക്കുക. അതായത് ഒരു പാപത്തിൽ നിന്നും, ഭൂമിയിൽ വീഴുന്ന ഒരു പാപത്തിന്റെ സ്വാധീനത്തിൽ നിന്നും, മനുഷ്യൻ ചെയ്യുന്ന ഒരു പാപത്തിൽ നിന്നും രക്ഷപ്പെടാൻ മനുഷ്യന് സ്വയം കഴിയില്ല. ലോകത്തേത് മനുഷ്യനും നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും, തെറ്റിദ്ധരിക്കരുത്, നിങ്ങൾ എത്ര മുട്ടിന്മേൽ നിന്നാലും, നിങ്ങൾ എത്ര മുട്ടയിലെഴഞ്ഞാലും, നിങ്ങൾ എത്ര മുൾക്കിരീടം തറയ്ക്കപ്പെട്ടാലും, നിങ്ങൾ ഏത് മരക്കുരിശു ചുമന്നാലും, നിങ്ങൾ ഏത് പരിഹാരം നടത്തിയാലും, നിങ്ങൾ ഏത് ക്രിയ ചെയ്താലും, ഏത് കർമ്മം ചെയ്താലും, ശ്രദ്ധയോടെ കേൾക്കുക, തെറ്റിദ്ധാരണയൊന്നും പാടില്ല, ഒരു മനുഷ്യനും സ്വന്തം പ്രവൃത്തി കൊണ്ട് തൻ്റെ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. എഫേസോസ് 2:10 വിശ്വാസം വഴി കൃപയാലാണ് നാം രക്ഷിക്കപ്പെടുന്നത്. അത് മനുഷ്യന്റെ പ്രവൃത്തിയുടെ ഫലമല്ല, ദൈവത്തിന്റെ ദാനമാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ശ്രദ്ധയോടെ കേൾക്കുക. ലോകത്തെ ഒരു പാപത്തിൽ നിന്നും ഒരു മനുഷ്യനും സ്വന്തം പരിശ്രമം കൊണ്ട് രക്ഷപ്പെടാൻ പറ്റില്ല. ഒരു ദിവസം പിടിച്ചു നിൽക്കാം, 2 ദിവസം പിടിച്ചു നിൽക്കാം, 3 ദിവസം പിടിച്ചു നിൽക്കാം, മാക്സിമം ഒരാഴ്ച പിടിച്ചു നിൽക്കാം. വീണ്ടും ബാക്ക് ടു സ്ക്വയർ വൺ, പഴയ അവസ്ഥയിലേക്ക്, യാതൊരു മാറ്റമില്ലാത്ത അവസ്ഥയിലേക്ക്, പഴയതിനേക്കാൾ ഭീകരമായ അവസ്ഥയിലേക്ക് പാപി മടങ്ങിയെത്തും. അതാണ് നമ്മുടെ അവസ്ഥ. നമ്മൾ എത്ര പരിശ്രമിച്ചാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തൊരു പാപത്തിൽ നിന്നും ഒരു മനുഷ്യനും സ്വന്തം പ്രയത്നം കൊണ്ട് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് സ്വർഗത്തിന് അറിയാവുന്നത് കൊണ്ട് പുത്രനെ ലോകത്തിലേക്ക് അയച്ചിട്ട് പുത്രൻ പറയുകയാണ്, അധ്വാനിക്കുന്നവനും ഭാരം ചുമക്കുന്നവനും എൻ്റെ അടുത്ത് വരട്ടെ, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങളുടെ ജീവിതത്തിലെ കടബാധ്യതയല്ല, ഇത് നിങ്ങളുടെ ജീവിതത്തിലെ രോഗത്തിൻ്റെ വിഷമമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിലെ കഷ്ടപ്പാടല്ല. ഈ അധ്വാനിക്കുന്നവൻ ഭാരം ചുമക്കുന്നവനെന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്ന 11-ാം അധ്യായത്തിൽ പറയുന്ന കർത്താവ് പറയുന്ന വചനത്തിന്റെ അർത്ഥം നമ്മുടെ ലോകത്തിലെ അധ്വാനത്തെക്കുറിച്ചല്ല. പാപത്തെ അതിജീവിക്കാൻ പാവപ്പെട്ട മനുഷ്യ, നീ ഒരുപാട് അധ്വാനിച്ചില്ലേ, നിന്റെ ഒരു പ്രവൃത്തി കൊണ്ടും നിന്റെ പാപത്തെ ഒഴിവാക്കാൻ നിനക്ക് പറ്റില്ല. നീ എൻ്റെ അടുക്കിലേക്ക് വാ, ഞാൻ നിന്നെ രക്ഷപ്പെടുത്താം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കും എന്നതിൻ്റെ അർത്ഥം യേശുക്രിസ്തുവിനെ സത്യസന്ധമായി സമീപിച്ചാലല്ലാതെ ലോകത്തൊരു മനുഷ്യനും അവനെ വേട്ടയാടുന്ന ഒരു പാപത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല. എന്ന പേരുള്ള ഒരു അമേരിക്കക്കാരി, അവരുടെ പ്രത്യേകത ഇതാണ്, ഈ സ്ത്രീ അശ്ലീല സിനിമകളിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന സ്ത്രീയാണ്. അമേരിക്കൻ ഡോളർ ഇന്ത്യൻ പണവുമായി, ഇന്ത്യൻ രൂപയുമായി വിനിമയം ചെയ്ത് കണക്ക് കൂട്ടിയാൽ അശ്ലീല സിനിമകളിൽ അഭിനയിച്ച് ഒരു മാസം 10 ലക്ഷം രൂപ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സ്ത്രീയാണ് ഞാൻ ഈ പറഞ്ഞ സ്ത്രീ. അവരുടെ പേര് ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ശ്രദ്ധിക്കുക, ഈ സ്ത്രീ, അശ്ലീല സിനിമകളിൽ അഭിനയിച്ചു കൊണ്ടിരുന്ന ഈ സ്ത്രീ കോടാനുകോടി ചെറുപ്പക്കാരെ, മുതിർന്നവരെ ലോകമെമ്പാടും ഇന്ന് ഇന്റർനെറ്റിലൂടെയും പൊർണോഗ്രാഫിക് സൈറ്റുകളിലൂടെയും അശ്ലീലത്തിൻ്റെ നഗ്നതയുടെ ആധിക്യങ്ങൾ ആഴങ്ങളിലേക്ക് മുങ്ങാങ്കുഴിയിട്ട് മുങ്ങിപ്പോയി രക്ഷപ്പെടാനാവാത്ത വിധം അതിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ കിടന്ന് ഹൃദയം തകർന്ന, കുടുംബം തകർന്ന, ജീവിതം തകർന്ന കോടാനുകൂടി മനുഷ്യരെ പാപത്തിലേക്ക് തള്ളിയിട്ട ഈ സ്ത്രീ, ആ സ്ത്രീക്ക് ഒരിക്കൽ അവരുടെ കമ്പ്യൂട്ടറിൽ ഒരു ഇമെയിൽ സന്ദേശം കിട്ടുകയാണ്. ഒരു ചെറുപ്പക്കാരൻ ഒരു ഇമെയിൽ എഴുതിയിരിക്കുന്നു. ആ ഇമെയിലിൻ്റെ ഉള്ളടക്കം എങ്ങനെയാണ്? പ്രിയപ്പെട്ട സഹോദരി, കഴിഞ്ഞ 8 വർഷമായി ഞാൻ നിന്റെ നഗ്നത, നിന്റെ ന്യൂഡിറ്റി, നിന്റെ അശ്ലീലം കണ്ടുകൊണ്ടാണ് ഉറങ്ങിയിരുന്നത്. എന്നാൽ ഇന്നലെ നിന്റെ നഗ്നത കാണാതെ എനിക്ക് ഉറങ്ങാൻ പറ്റി. അതിൻ്റെ കാരണം, ഞാൻ കഴിഞ്ഞ ദിവസം മറ്റൊരു ചെറുപ്പക്കാരനെ, ഭൂമിയിലെ ഏറ്റവും മനോഹരമായ, ഏറ്റവും സുന്ദരനായ, ഭൂമിയിലെ ഏറ്റവും മിടുക്കനായ ഒരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ടുമുട്ടി. 33-കാരനായ ആ ചെറുപ്പക്കാരൻ്റെ പേര് യേശുക്രിസ്തു എന്നാണ്. ആ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയപ്പോൾ അവൻ 2 കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, ഞാൻ ഇന്നുവരെയും ചെയ്തു കൂട്ടിയ ഒരിക്കലും മോചനമില്ലെന്ന് ഞാൻ വിചാരിച്ചിരുന്ന മഹാപാപത്തിൻ്റെ ആധിക്യത്തിൽ നിന്ന് യേശുക്രിസ്തു എന്നെ കഴുകി വിശുദ്ധീകരിച്ചു. 2, പാപം ചെയ്യാതിരിക്കാൻ, അശ്ലീലം കാണാതിരിക്കാൻ, തിന്മ കാണാതിരിക്കാൻ, ബൈബിൾ പറയുന്നത് പോലെ തിന്മ കാണാതിരിക്കാൻ കണ്ണുകളടയ്ക്കാനുള്ള ശക്തി അവൻ എനിക്ക് തന്നു. അതുകൊണ്ട് നിന്റെ അശ്ലീലം കൊണ്ട് എന്നെ പോലെ വഴിതെറ്റിക്കപ്പെട്ട കോടാനുകൂടി മക്കൾ പാപത്തിൽ കിടക്കുകയാണ്, നീ ഇത് അവസാനിപ്പിക്കണം, നിന്നെയും യേശുക്രിസ്തു രക്ഷപ്പെടുത്തും എന്ന് പറഞ്ഞുകൊണ്ടൊരു ചെറുപ്പക്കാരൻ എഴുതിയ ഇമെയിൽ സന്ദേശം വായിച്ച് പൂർത്തിയാക്കുമ്പോൾ അത് ഈ സ്ത്രീക്ക് സമ്മാനിച്ചത് ഉറക്കമില്ലാത്ത ഒരു രാത്രിയാണ്. പിറ്റേന്ന് രാവിലെ ഉറക്കം എഴുന്നേൽക്കുന്ന ഈ സ്ത്രീ
ഈ അഡ്രസ്സിന്റെ ഉറവിടം തപ്പിപ്പിടിച്ച്, ചെറുപ്പക്കാരന്റെ ഉറവിടം തപ്പിപ്പിടിച്ച് യാത്രയായി. ഇവനെ കണ്ടുപിടിച്ച് അവന്റെ മുമ്പിൽ മുട്ടിന്മേൽ നിന്ന്, അവന്റെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് ഈ സ്ത്രീ അവനോട് പറയുകയാണ്, ചെറുപ്പക്കാരാ, നിന്റെ ഇമെയിൽ സന്ദേശം വായിച്ചതിന് ശേഷം എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായി ശരീരത്തിൻ്റെ കുത്തിമുറിവേൽപ്പിക്കുന്ന, വലിയ വേദനയുണ്ടാക്കുന്ന, ശരീരത്തിൻ്റെ കൊത്തി വലിക്കുന്ന ആ നാരകീയമായ പാപത്തിൻ്റെ ചോദനയിൽ നിന്ന്, വാസനയിൽ നിന്ന്, ജഡത്തിൻ്റെ തൃഷ്ണയിൽ നിന്ന് രക്ഷപ്പെടാനാവാത്ത വിധത്തിൽ വല്ലാതെ ഒരു നീരാളിപ്പിടുത്തത്തിൽ അകപ്പെട്ടിരുന്ന എൻ്റെ ജീവിതത്തിന് നീ പകർന്നു നൽകുന്നത് വേനലിൽ പെയ്യുന്ന ഒരു മഴ പോലെയുള്ള സാന്ത്വനമാണ്. നിന്നെ രക്ഷപ്പെടുത്തിയ ആ ചെറുപ്പക്കാരനെ, ആ യേശുക്രിസ്തുവിനെ എനിക്കും പരിചയപ്പെടുത്തുക, എനിക്കും രക്ഷപ്പെടണം. അവൻ ഈ സ്ത്രീയെയും കൊണ്ട് പോവുകയാണ്. അവൻ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയ സ്ഥലത്തേക്ക് ചെല്ലുന്നു. യേശുക്രിസ്തുവിൻ്റെ സ്നേഹം ആ സ്ത്രീയുടെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെടുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ചുരുക്കി പറയാം, മാസത്തിൽ 10 ലക്ഷം രൂപ ഇന്റർനെറ്റിൽ അശ്ലീല സിനിമകളിൽ അഭിനയിക്കുന്നത് വഴിയായി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഈ സ്ത്രീ, ആ പേര് ഞാൻ ആവർത്തിച്ച് പറയാത്തത് ബോധപൂർവമാണ്. കാരണം നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ അവരഭിനയിച്ച അശ്ലീലങ്ങൾ ഇപ്പോഴും ഇന്റർനെറ്റിൽ ലഭ്യമാണ് എന്നുള്ളത് കൊണ്ട് ആ പേര് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സ്ത്രീ അനേക കോടി ചെറുപ്പക്കാരെ അശ്ലീല സിനിമകളിൽ അഭിനയിച്ച് വഴിതെറ്റിച്ച് നശിപ്പിച്ച ഈ സ്ത്രീ കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയത് വഴിയായി ഇന്ന് ഒരു വേദപുസ്തകമെടുത്ത് നെഞ്ചത്ത് വെച്ച് ലോകമെമ്പാടുമുള്ള അശ്ലീല സിനിമകൾ അടിമത്തത്തിൽ കിടന്ന് നരകിക്കുന്ന ചെറുപ്പക്കാരെ രക്ഷപ്പെടുത്തുന്ന ഒരു സംവിധാനത്തിൻ്റെ നെറുകയിൽ അവർ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം പറഞ്ഞ് കർത്താവിൻ്റെ വേല ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയായി മാറുവാൻ ഈ അശ്ലീല സിനിമകളിൽ അഭിനയിച്ച ഞാൻ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ, സാവകാശമുണ്ടെങ്കിൽ ഏതാണ്ട് 10-ൽ താഴെ വ്യക്തികളുടെ പേര് ഞാൻ നിങ്ങളോട് പറയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് മുഴുവൻ അമേരിക്കക്കാര് അശ്ലീല സിനിമകളിൽ അഭിനയിച്ചിരുന്ന സ്ത്രീകളും പുരുഷന്മാരും യേശുക്രിസ്തുവിന്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ട് കർത്താവിന്റെ സാക്ഷികളായി മാറിയ അനേകർ ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. ചൊല്ലി പറയാമോ ഹല്ലേലൂയാ? ലോകത്തിലെ ഏത് പാപത്തിൽ നിന്നും എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ സത്യസന്ധമായി യേശുവിലേക്ക് വന്നാൽ യേശു നിന്നെ ലോകത്തിലെ ഏത് പാപത്തിൽ നിന്നും മോചിപ്പിക്കും. ഏത് പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹം നിന്നെ വീണ്ടെടുക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപകരമായ ഈ ശരീരത്തിൽ നിന്ന് ആരെന്നെ രക്ഷിക്കുമെന്ന് വിലപിക്കുന്ന ഒരു പൗലോസിന്റെ വാക്ക് വേദപുസ്തകത്തിലുണ്ട്. ആരാണ് എന്നെ ഈ ജഡത്തിൽ നിന്ന് രക്ഷിക്കുന്നത്? ആരാണ് എന്നെ ഈ അഹങ്കാരത്തിൽ നിന്ന് രക്ഷിക്കുന്നത്? ആരാണ് എന്നെ ഈ അസൂയിൽ നിന്ന് രക്ഷിക്കുന്നത്? ആരാണ് എന്നെ ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് രക്ഷിക്കുന്നത്? ആരാണ് എന്നെ ഈ വെറുപ്പിൽ നിന്ന് രക്ഷിക്കുന്നത്? ആരാണ് എന്നെ ഈ ധനമോഹത്തിൽ നിന്ന് രക്ഷിക്കുന്നത്? ആരാണ് എന്നെ ഈ പ്രശസ്തിക്ക് വേണ്ടിയുള്ള മോഹത്തിൽ നിന്ന് രക്ഷിക്കുന്നത്? ആരാണ് എൻ്റെ അറിവിൻ്റെ അഹന്തയിൽ നിന്ന് എന്നെ രക്ഷിക്കുന്നത്? ആരാണ് എൻ്റെ കുടുംബ മഹിമയെക്കുറിച്ചുള്ള അഹന്തയിൽ നിന്ന് എന്നെ രക്ഷിക്കുന്നത്? ആരാണ് എൻ്റെ സംശയ രോഗത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുന്നത്? ആരാണ് എന്നെ ജഡത്തിൻ്റെ കാരമുള്ളിൽ നിന്ന് മോചിപ്പിക്കുന്നത്? പ്രിയപ്പെട്ട സഹോദര സഹോദരി, അവൻ തൻ്റെ ജനത്തെ, യേശുക്രിസ്തു തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. ഏതെങ്കിലും പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും വ്യക്തി ഇന്ന് ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇന്ന് രാത്രി നിന്റെ മുറിയിൽ നീ ഒറ്റയ്ക്കാകുമ്പോൾ മുട്ടിന്മേൽ നിന്ന് കണ്ണുനീരോടെ ഹൃദയം ആഗ്രഹിച്ച് നീ പറയണം, യേശുവേ, എനിക്ക് ഈ പാപം ഇനി ചെയ്യണ്ട. പാപം ചെയ്യാതിരിക്കാനുള്ള ശക്തി എനിക്ക് വേണം. ഇനി മരിക്കുന്നത് വരെ ഞാൻ ഈ പാപം ചെയ്യാൻ പാടില്ല. എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കാൻ ഈ ലോകത്തിലേക്ക് അവതരിച്ച ഏകരക്ഷകനാണ് നീ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, ഈ പാപകരമായ ആസക്തിയിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ, എൻ്റെ പ്രിയ സഹോദര, നിന്റെ ജീവിതത്തിൽ, എൻ്റെ പ്രിയ സഹോദരി, നിന്റെ ജീവിതത്തിലെ ഏത് പാപത്തെയും പുത്രൻ മോചിപ്പിച്ച് പുത്രൻ എന്നെയും നിന്നെയും സ്വതന്ത്രരാക്കും. ചൊല്ലി പറയാമോ ഹല്ലേലൂയാ? ഇപ്പൊ 2 വിധത്തിലാണ് യേശുക്രിസ്തു പാപം ക്ഷമിക്കുന്നത്, പാപം മോചിക്കുന്നത്, പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നത്. ഒന്ന്, അവൻ ഏത് പാപവും ക്ഷമിക്കും. അത് 1-ാം ഭാഗം. പ്രിയപ്പെട്ടവരെ, അനേകം വിശ്വാസികൾ ഈ 1-ാം ഘട്ടത്തിൽ കെട്ടിക്കിടക്കുന്നു. 2ാമത്തെ ഘട്ടത്തിലേക്ക് അധികം പേരും പ്രവേശിക്കുന്നില്ല. 2-ാം ഘട്ടം ഇതാണ്: പാപാസക്തിയിൽ നിന്ന് യേശുക്രിസ്തു നിന്നെ വിമോചിപ്പിക്കും. പാപം ചെയ്യാനുള്ള വാസനയിൽ നിന്ന് മോചിപ്പിക്കും. 28 വർഷം പാപമേറ്റ് പറയാതെ മദ്യപാനത്തിൻ്റെ അടിമത്തത്തിൽ കിടന്നൊരു മനുഷ്യൻ, കിളിമാനൂരിനടുത്ത് കാരേറ്റെന്ന് പറയുന്നൊരു സ്ഥലത്ത് ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത്, ആ ദേവാലയത്തിൽ പത്തനംതിട്ട ജില്ലയിൽ നിന്നൊരു മനുഷ്യൻ വന്നു. 28 വർഷം മദ്യപാനത്തിൻ്റെ അടിമ, മദ്യക്കുപ്പി മാറ്റിവെക്കാൻ പറ്റാത്തതുപോലെ മദ്യാസക്തിയുടെ അടിമ. ഈ മനുഷ്യൻ പള്ളിയുടെ മുറ്റത്ത് നിൽക്കുന്ന സമയത്ത് ഞാൻ ഈ മനുഷ്യനോട് പറഞ്ഞു, ചേട്ടാ, പള്ളിക്കകത്ത് കയറാൻ പറയുമ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, പള്ളിക്കകത്ത്
ചൂടാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പുറത്തു നിന്നു. ഞാൻ അദ്ദേഹത്തെ ദൈവത്തിൻ്റെ കൃപയാൽ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ പിന്നീട് കുറേ സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്നു, എൻ്റെ അടുത്ത് വന്നു. ഞാൻ പറഞ്ഞു, ഈശോയുടെ അടുത്ത് സഹോദരൻ പാപങ്ങളേറ്റ് പറയണം, പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കണം. അദ്ദേഹത്തിന് ജീവിതത്തിന് പുരോഗതിയില്ല. അദ്ദേഹം നടത്തുന്ന വരുമാന മാർഗത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു. കുടുംബത്തിൽ തോരാത്ത കണ്ണുനീര്. അപ്പനും അമ്മയും മകനെ വഴിക്കണ്ണുകളുമായി സന്ധ്യാനേരത്ത് കാത്തിരിക്കുന്നത്. ഇന്നിടറുന്ന പാദങ്ങളോടെ 4 കാലിൽ വെച്ച് കയറി വരുന്ന ഈ മനുഷ്യൻ കുടുംബത്തിൽ നിന്നുണ്ടാക്കാൻ പോകുന്ന പാതകങ്ങളും പരാധീനതകളും തകർച്ചകളും എന്തൊക്കെയാണ് എന്ന് അറിയാത്ത ആകുലതയിലാണ് അപ്പനമ്മമാർ വഴിക്കണ്ണുകളുമായി മകനെ കാത്തിരിക്കുന്നത്. ഒറ്റ ദിവസം പോലും, ഒറ്റ രാത്രി പോലും അയാളുടെ മക്കൾക്ക് സമാധാനം കഴിഞ്ഞ 28 വർഷത്തിനിടെ അയാൾ കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തു വരാൻ തയ്യാറായി നിൽക്കുന്നു. ചേട്ടൻ പാപങ്ങളേറ്റ് പറഞ്ഞ് കർത്താവിൻ്റെ സന്നിധി തീരുമാനമെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരത്തിനിടയിൽ ആ മനുഷ്യനെ സ്പർശിക്കുകയും ഞാനിരിക്കുന്ന കസേരയുടെ അടുത്ത് കസേരയുടെ കാലിന്മേലും എൻ്റെ കാലിലും കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് കഴിഞ്ഞ 28 വർഷം ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ബോധത്തോടും അബോധത്തോടും ചെയ്തു പോയ സകല പാപങ്ങളും യേശു ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷൻ എന്ന നിലയിൽ എൻ്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് ആ മനുഷ്യൻ തോരാത്ത കണ്ണുനീരിൻ്റെ നടുവിൽ ഏങ്ങലടിച്ച് കരഞ്ഞ് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഒരു ദിവസം ഞാൻ ഓർക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് ആ ഏറ്റുപറച്ചിലിന് ശേഷം അദ്ദേഹം തിരികെ മടങ്ങുന്ന സമയത്ത് ഞാൻ ഈ മനുഷ്യനോട് പറഞ്ഞു, ചേട്ടാ എൻ്റെ കയ്യിലടിച്ച് ഒരു സത്യം ചെയ്യണം. അയാൾ പറഞ്ഞു, എന്താ അച്ഛാ സത്യം? കണ്ണു നിറഞ്ഞ് തുളുമ്പുന്ന ആ മനുഷ്യൻ എൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടൻ്റെ കൈ എൻ്റെ കയ്യിൽ ചേർത്ത് വെച്ചിട്ട് ചേട്ടൻ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ ഒരു സത്യം ചെയ്യേണ്ടത് ഇതാണ്. അതായത് 24 മണിക്കൂർ നേരത്തേക്ക് ഞാൻ മദ്യപിക്കില്ല. അദ്ദേഹം പറഞ്ഞു, അച്ഛാ അതുകൊണ്ട് എന്ത് പ്രയോജനം? 24 മണിക്കൂർ നേരത്തേക്ക് ഞാൻ മദ്യപിച്ചില്ലെങ്കിൽ ഞാൻ നാളെ ചെല്ലുമ്പോൾ എന്നെയും മദ്യക്കുപ്പിയും മദ്യക്ലാസും മദ്യവുമായി കാത്തു നിൽക്കുന്ന എൻ്റെ കൂട്ടുകാരുണ്ട്. ഞാൻ നാളെ മദ്യപിക്കും, ഇന്ന് ഞാൻ മദ്യപിക്കാതിരുന്നു. ഞാൻ പറഞ്ഞു, നാളത്തെ കാര്യം ചേട്ടൻ നോക്കണ്ട, നാളത്തെ കാര്യത്തെക്കുറിച്ച് ഈശോ മിശിഹ തന്നെ ആകുലപ്പെട്ടുകൊള്ളുമെന്ന് ഈശോ മിശിഹ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് ചേട്ടനൊരു തീരുമാനം എടുക്കാൻ പറ്റുമോ? അതേ എൻ്റെ കയ്യിൽ കൈവച്ച് മിണ്ടാതെ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ 24 മണിക്കൂർ കുടിക്കില്ലെന്ന് എൻ്റെ കയ്യിലൊന്ന് കരം ചേർത്ത് പറഞ്ഞ് ആ മനുഷ്യൻ ചോദിച്ചു, അച്ഛാ എന്തിനാ അച്ഛൻ എന്നെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കുന്നത്? ഞാൻ അയാളോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ചേട്ടാ ഇന്ന് ചേട്ടൻ 24 മണിക്കൂർ കുടിക്കില്ല എന്ന് പറഞ്ഞ് തീരുമാനമെടുത്ത് തിരിച്ചു പോകുമ്പോൾ ചേട്ടൻ കൊടുക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? ചേട്ടൻ്റെ വീട്ടിലെ ഭാര്യയ്ക്ക് മക്കൾക്ക് കൊടുക്കാൻ പോകുന്നത്, അപ്പനമ്മമാർക്ക് കൊടുക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? കഴിഞ്ഞ 28 വർഷവും സുബോധത്തോടെ കണ്ടിട്ടില്ലാത്തൊരു മകനെ ചേട്ടൻ്റെ മാതാപിതാക്കൾ ഇന്ന് രാത്രിയിൽ സുബോധത്തോടെ കാണും. കഴിഞ്ഞ 28 വർഷവും സുബോധത്തോടെ കണ്ടിട്ടില്ലാത്തൊരു ഭർത്താവിനെ ചേട്ടൻ്റെ ഭാര്യ ഇന്ന് സുബോധത്തോടെ കാണും. കഴിഞ്ഞ 28 വർഷവും ചേട്ടൻ്റെ ജീവിതത്തിൽ മക്കൾക്ക് കിട്ടിയിട്ടില്ലാത്ത സമാധാനം ആ മക്കൾക്ക് ജീവിതത്തിൽ കിട്ടും. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, അതുകൊണ്ട് എൻ്റെ കയ്യിൽ കരം ചേർത്ത് വെച്ചെന്ന് സത്യം ചെയ്യുന്നു പറയുമ്പോൾ ആ മനുഷ്യൻ ഒരിക്കൽ കൂടി കരഞ്ഞു. അദ്ദേഹം സത്യം ചെയ്തു, 24 മണിക്കൂർ നേരത്തേക്ക് ഞാൻ കുടിക്കില്ല. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, അത് കഴിഞ്ഞ് യേശു ക്രിസ്തു തീരുമാനിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് ആ മനുഷ്യൻ തിരികെ പോയി. പിന്നീട് ഈ മിനിറ്റ് വരെ മദ്യപാനത്തിലേക്ക് പോകാതിരിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് ആ മനുഷ്യനെ സഹായിച്ചു. ഞാൻ താമസിക്കുന്ന പള്ളിയിൽ അയാൾ കൂടെ വരുമായിരുന്നു. അയാൾ എന്നോട് പറഞ്ഞു, ഞാനൊരു വണ്ടി ഓടിക്കുന്ന ഡ്രൈവറാണ്. ടാക്സി ഓടിച്ച് പോകുമ്പോൾ വണ്ടിയിൽ യാത്ര ചെയ്യുന്നവർ ബാറിലേക്ക് വണ്ടി വിടണം എന്ന് പറയുമ്പോൾ ഞാൻ അവരെ ഒരു കഴുതയെ പോലെ അനുസരിക്കും. ബാറിലേക്ക് വണ്ടി വിടും. എന്നിട്ട് അവരെന്നോട് പറയും, നീ ഞങ്ങളുടെ കൂടെ വാടാ എന്ന് പറയും. ഞാൻ അവരുടെ കൂടെ പോവും, അകത്ത് കയറും, അവരോടൊപ്പം ഇരിക്കും. അവർ മദ്യം ഒഴിച്ച് ഗ്ലാസ്സിൽ എനിക്ക് നേരെ വെച്ച് നീട്ടുമ്പോൾ ഞാൻ അവരോട് പറയും, ഒരു കാലത്ത് ഇങ്ങനെ വെച്ച് നീട്ടിയാൽ തിരിച്ച് വേണ്ട എന്ന് പറയാൻ പറ്റാത്തതുപോലെയുള്ള അടിമയായിരുന്നു ഞാൻ. എന്നാൽ ഇന്ന് ഞാൻ മറ്റൊരാളുടെ അടിമയാണ്. ആ അടിമത്തത്തിൽ നിന്ന് യേശു ക്രിസ്തു എന്ന എൻ്റെ യജമാനൻ എന്നെ മോചിപ്പിച്ചു. മദ്യം ഒഴിച്ച് കയ്യിൽ തന്നാൽ പോലും എനിക്കിന്ന് കുടിക്കാൻ തോന്നുന്നില്ല അച്ഛാ എന്ന് പറഞ്ഞ് എൻ്റെ മുമ്പിൽ കൈകൂപ്പി നിന്നൊരു മനുഷ്യനെ ഈ രാത്രിയിൽ അടയാളമായി സാക്ഷ്യമായി ഉയർത്തി കാണിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചനം കേൾക്കുന്ന മക്കളോട് ഞാൻ പറയുന്നു, ഏതടിമത്തത്തിൽ നിന്നും യേശു ക്രിസ്തുവിന് നമ്മെ രക്ഷിക്കാൻ കഴിയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. 2 കാര്യങ്ങൾ ഇന്ന് ശ്രദ്ധിക്കുക. ഒന്നാമത്തേത്, ദൈവത്തിൻ്റെ വചനം പറഞ്ഞതിൻ്റെ 2 അർത്ഥങ്ങൾ. വചനം ഇതാണ്, മത്തായി 1:21. അവന് നിങ്ങൾ യേശുവെന്ന് പേരിടണം, കാരണം അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. പാപത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്നതിൻ്റെ 2 അർത്ഥം, ലോകത്തെ ഏത് മനുഷ്യൻ ചെയ്ത ഏത് പാപവും യേശു ക്ഷമിക്കും. കാരണം പാപം കൊണ്ടുവരുന്ന വേദന മുഴുവൻ അവൻ കുരിശിലേറ്റെടുത്തു. അവന് നിൻ്റെ പാപം 1 സെക്കൻഡ് കൊണ്ട് ക്ഷമിച്ച് നിന്നെ വിടുവിക്കാൻ പറ്റും. 2, ഏതടിമത്തത്തിൽ നിന്നും പുത്രന്
നിന്നെ സ്വതന്ത്രനാക്കാൻ പറ്റും. യേശുക്രിസ്തുവിൻ്റെ രക്തം ഈ വചനം കേട്ടുകൊണ്ടിരുന്ന സകല മക്കളുടെ മേലും പ്രവർത്തിക്കുവാൻ ബലഹീനനും പാപിയുമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയ മകനെ, മകളെ, ഇന്ന് കണ്ണടച്ച് നീ ഒരു തീരുമാനമെടുത്താൽ ഇന്ന് രാത്രി നിന്റെ വഴി മാറും. ഇന്ന് നിന്റെ ബന്ധനങ്ങൾ പൊട്ടും. ഇന്ന് നിന്റെ ജീവിതത്തിൻ്റെ പുതിയ ദിശാബോധം ആരംഭിക്കും. അടിമത്തത്തിൻ്റെ ചെങ്ങലപ്പൂട്ടുകളെ ബന്ധിച്ച് തകർക്കുന്ന യേശുവിൻ്റെ, നസ്രായനായ യേശുവിൻ്റെ അത്ഭുതകരമായ ശക്തി നിന്റെ കുടുംബത്തിലേക്ക് കടന്നു വരും. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, പുത്രനെ അയച്ച് മാനവരാശിയുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത നിന്റെ മഹാസ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ രാത്രിയിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട അഭിഷിക്തരോട് ചേർന്ന്, ഈ മക്കളോട് ചേർന്ന് കർത്താവായ യേശുവേ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ ഈ വചനം കേട്ടുകൊണ്ടിരുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ, ഏതെങ്കിലും ഒരു സഹോദരി, ഒരു സഹോദരൻ പാപജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വർഗമേ ശക്തി അയക്കണമേ, കൃപയുടെ അഭിഷേകം വ്യാപരിക്കണമേ. എല്ലാ അടിമത്തങ്ങളുടെ, ആസക്തികളുടെയും എല്ലാ പാപത്തഴക്കദോഷങ്ങളുടെയും മേൽ നസ്രായനായ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി വ്യാപിക്കട്ടെ. ജഡത്തിൻ്റെ ശക്തികൾ വിട്ടുപോകട്ടെ. അടിമത്തത്തിൻ്റെ പാപശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹൃദയം തുറന്നു വെച്ചതി പറയാമോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ.